എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ഉള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ട്ടോ. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് വേറെ കറികളൊന്നും വേണ്ട ട്ടോ. ഇത് തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ അരിയോ അരിപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ്. വറുക്കാത്ത റവ വെച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അവൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെള്ള അവലാണ്. നിങ്ങൾക്കിനി ചുവന്ന അവല കിട്ടണമെന്ന് വെച്ചാൽ അതായാലും എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. പിന്നെ റവയും അവലൊക്കെ ആയതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ആ സമയമാകുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ 5 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പൊട്ടറ്റോ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അവലും റവയൊക്കെ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ കണ്ടോ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇല്ലേ ഇത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനപ്പോൾ ഒന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നന്നായിട്ട് ഞാനതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ബാറ്റർ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള റവയ്ക്കും അവലിനൊക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം തക്കാളിയാണ്. ക്യാപ്സിക്കം യെല്ലോ ക്യാപ്സിക്കം ആണ് ഇത് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പകുതിയേ എടുത്തിട്ടുള്ളൂ. പിന്നെ തക്കാളിയും ഒരു ചെറിയ വലുപ്പത്തിലുള്ള തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് വലുതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇത് തന്നെയല്ല നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തുന്നുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ വറ്റൽമുളക് ചതച്ചതില്ലേ അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കണമെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് തൈര് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഇതോടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ റെഡിയാക്കി എടുക്കാൻ പോകുന്ന മാവിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തൈരിൽ ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞിട്ട് മിക്സ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബാറ്ററില്ലേ ഇത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ നമ്മുടെ മാവ് ഈ ഒരു രീതിയിൽ വേണം ട്ടോ കിട്ടാനായിട്ട്. നമുക്കിങ്ങനെ അപ്പമൊക്കെ ചുട്ടെടുക്കുമ്പോൾ കോരിയൊഴിക്കുന്ന ആ രീതിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാവ് ദേ ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ അപ്പമൊക്കെ ചുട്ടെടുക്കുന്ന ഈ കുഴിയുള്ള പാനില്ലേ ഇതിലാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം.
വെളിച്ചെണ്ണയോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിലായാലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ നമ്മളിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെജിറ്റബിൾസ് ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ നന്നായിട്ട് തന്നെ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എടുക്കാം. കണ്ടോ നന്നായിട്ട് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് പൊട്ടാറ്റോ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ ഇത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് വേറെ കറികളൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.